ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയുടെ ദേഷ്യവും പരിഭവവും ഒന്നും നമ്മൾ ധർമ്മൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ധർമ്മൻ പറഞ്ഞിട്ട്, സുകന്യ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാം, പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ എത്രയും വേഗം ഒരു AC വെക്കണം. ഇവിടുത്തെ ഈ ചൂട് കാരണമാണ് ബാലേട്ടനൊക്കെ എല്ലാവരോടും ചാടിക്കടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ദേഹം തണുക്കുമ്പോഴേ മനസ്സും ഒക്കെ തണുത്തോളും. അപ്പം തന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിൽ നല്ല റിസൾട്ടും കിട്ടും. ഇനി പറ, ഇനി എന്താ പറയാനുള്ളത്? കണ്ടോ, ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ എന്നെ അങ്ങ് അടിച്ചമർത്തും. ഇത് നിൻ്റെ സ്ഥിരം സ്വഭാവമാണല്ലോ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ആരോടെങ്കിലും തറുതല പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ അളിയനോട് അങ്ങനെയൊന്നും പറയല്ലേ. ശരി, എന്നാൽ പിന്നെ പറ, ഞാൻ എന്ത് തറുതലയാണ് പറഞ്ഞത്? കൃഷ്ണമംഗലത്തും ദേവമംഗലമൊക്കെ ഒന്നാണെന്നും ഒക്കെ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അളിയനോട്? അല്ല, അങ്ങനെയൊക്കെ പറയണതിൻ്റെ എന്താ കുഴപ്പം? എന്തൊക്കെയാണ് ധർമ്മേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? അതെങ്ങനെ തറുതലയാവും? പിന്നെ ഭർത്താവ് ഇവിടെയാണ് താമസിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ താമസിക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഒരു പക്ഷേ ഞാൻ കൃഷ്ണമംഗലത്താണെങ്കിൽ എൻ്റെ ഭാര്യ അവിടെയല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഞാനും അവിടെ നിൽക്കാം എന്ന് ധർമ്മേട്ടൻ തീരുമാനിക്കുമോ? ഇല്ലല്ലോ. കൃഷ്ണമംഗലത്തുകാരുടെ ഔദാര്യം കൊണ്ടല്ലേ ധർമ്മേട്ടൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയത്. അതൊക്കെ തെറ്റാണോ? ഇങ്ങനെ ഒരു ചെറിയ വീട്ടിൽ ഞാൻ താമസിക്കാൻ സമ്മതിച്ചതിന് എൻ്റെ വലിയ മനസ്സാണ്. അതൊക്കെ തെറ്റാണോ? കൊള്ളാം, ഇതൊക്കെ എങ്ങനെ തെറ്റാവും? ഇതിനൊന്നും ധർമ്മേട്ടന് ഉത്തരവില്ലല്ലേ? വാസ്തവത്തിൽ ധർമ്മേട്ടൻ ചോദ്യം ചോദിക്കേണ്ടതും ശാസിക്കേണ്ടതും ഒക്കെ എന്നെയല്ല, ധർമ്മേട്ടൻ്റെ അളിയനെയാണ്, ബാലേട്ടനെയാണ്. താടിയുള്ള അപ്പൂപ്പനെ പേടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ സുകന്യയ്ക്ക് അങ്ങനൊരു പേടിയില്ല. എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെ തന്നെ ഞാനും അങ്ങോട്ട് പെരുമാറുള്ളൂ. ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോവും. ഇത് വെല്ലുവിളിയായിട്ട് കരുതാണ്ട, ന്യായമുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത്രയും മാത്രം തൽക്കാലം ധർമ്മേട്ടൻ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് സുകന്യ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഒറ്റ പോക്ക് പോവാണ്. ധർമ്മൻ ആകെ ധർമ്മസങ്കടത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റത്ത് ഇതിനിടയിൽ കിടന്ന് പരിഭവിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കേട്ട് നമ്മുടെ ബാലന് ദേഷ്യം സഹിക്കാൻ വയ്യാണ്ട് പുറത്ത് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറയണ്ട, ബാലടാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കില്ലേ? എന്ത് ടെൻഷൻ അടിക്കുന്ന കാര്യമാണ് നീ പറഞ്ഞത്? അവിടെ ചെവിട്ടത്തിൽ ഒരെണ്ണം പൊട്ടിക്കാൻ എനിക്ക് തോന്നിയത്. ധർമ്മനെ ഓർത്ത് മാത്രമാണ് ഞാൻ മിണ്ടാകുന്നത്. ഇനി ഇതുപോലെയൊക്കെ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, ഞാൻ ബന്ധങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കും, കേട്ടല്ലോ? എൻ്റെ ബാലേട്ടാ ഒന്ന് സമാധാനപ്പെട്ട്. അവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. അത് ശരി, എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കണുണ്ടെന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാം. എന്താ ബാലേട്ടാ ഇങ്ങനെ? ഒന്ന് സമാധാനപ്പെട്ട്. ബാലേട്ടൻ ഈ വീട്ടിലെ കാരണവരല്ലേ, ഇങ്ങനെയൊക്കെ ചാടി തുമ്മിക്കാമോ? അവളാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് പെട്ടത്. അതുകൊണ്ട് അവളെയും കുറ്റം പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തും പറയാമെന്നാണോ? അങ്ങനെയല്ല, ഒരു നയത്തിൽ വേണം ബാലേട്ട ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നിട്ട്. അവൾ ഒച്ചയെടുത്താൽ നാണക്കേട് നമുക്കാണ്. ഈ കുടുംബം നേരെ ആക്കി കൊണ്ടുപോകേണ്ട കാരണവർ ബാലേട്ടനാണ്. കുറച്ചുകൂടെ ക്ഷമ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളോടൊക്കെ പൊട്ടിത്തെറിക്കും പോലെ സുകന്യോടൊന്നും പൊട്ടിത്തെറിക്കല്ലേ, അത് മറന്നു പോകരുത് ബാലേട്ടൻ. പിന്നെ അവൾ ഇപ്പോൾ വന്നു കയറിയ പെണ്ണല്ലേ, നമ്മുടെ മറ്റുള്ളവരെ പോലെയല്ല. പിന്നെ ധർമ്മൻ അവൻ പഞ്ചപാവമാണ് ഇതിൻ്റെ ഇടയിൽപ്പെട്ട് നേരുന്നത്. അവനല്ലേ, അവൻ നമ്മുടെ ഭാഗം പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇനി അവൾക്ക് വേണ്ടി പറഞ്ഞാൽ നമ്മൾ വിഷമിക്കില്ലേ? അതുകൊണ്ട് ധർമ്മനാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ആകെ സങ്കടത്തിലാവുന്നത്. നമ്മൾ അവനെയെങ്കിലും മനസ്സിലാക്കണം. ബാലേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെയാണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളില്ലേ, അവരതെല്ലാം വെട്ടിത്തുറന്ന് എന്നെ പറയും. ഞാൻ ചോദിക്കട്ടെ, അവൾ പറഞ്ഞതും ചോദിച്ചതും ഒക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേ ബാലേട്ടാ? ശരിയായ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് പറയേണ്ട ഒരു രീതിയുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലാതെ ഒരു മനുഷ്യനെ അവഹേളിക്കുന്ന രീതിയിലല്ല സംസാരിക്കേണ്ടത്. പോട്ടെ ബാലേട്ടാ, നമുക്കതെല്ലാം മനസ്സിലാക്കാനായിട്ടൊരു അവസരം കൊടുക്കാം. പിന്നെ ഇവിടെ അല്ലാതെ തന്നെ കുറേ പരിമിതികളൊക്കെ ഉണ്ടെന്ന് അവൾ പറയണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് അത് അവൾ വലുതാക്കും. നമുക്കതുകൊണ്ടത് മിണ്ടാതിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ AC അതും ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രശ്നമാണല്ലോ. ഇനി അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. തൽക്കാലം ധർമ്മനോടൊക്കെ ഒന്ന് സംസാരിക്കാം. അവൾ ജീവിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, നമുക്കൊന്ന് സമാധാനപ്പെടാം. അതുകൊണ്ട് ബാലേട്ടൻ ചാടിക്കയറി ഇങ്ങനെ ഒന്നും പറയാനോ മിണ്ടാനോ പോകരുത്. കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കണം, ഒക്കെ ശരിയാവും എന്നിങ്ങനെ ബാലനോട് പറഞ്ഞിട്ട് ഗോമതി പോവാണ്. അകത്ത് മിത്ര പറയുന്നുണ്ട്, നമ്മുടെ ദേവിയോടും മീനാക്ഷിയോടും പ്രശ്നമാണ് ഈ സുകന്യ ചേച്ചി, വലിയൊരു പ്രശ്നമായിട്ടാണ് മാറുന്നത്. അവർ ഈ വീട് ഇളക്കി മറിക്കും, നോക്കിക്കോ. അവരെ സൂക്ഷിക്കണം. എന്തൊക്കെയാണ് നീ പറയുന്നത്? അങ്ങനെയൊന്നും ഉറപ്പിക്കണ്ട. ചേച്ചി പുതിയൊരു വീട്ടിലേക്ക് വന്നതല്ലേ, ആ വീടും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ പൊരുത്തപ്പെടാൻ എൻ്റെ സമയം വേണ്ടേ? അപ്പം സോനി ചേച്ചിക്ക് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം, അപ്പോൾ ശരിയാവും. മിത്ര പറയുന്നുണ്ട്, എൻ്റെ മീനി ചേച്ചി നമ്മൾ മറ്റൊരു വീട്ടിൽ നിന്നല്ലേ ഈ വീട്ടിലേക്ക് വന്നത്, നമ്മളിതുപോലെ മര്യാദ കേട്ട് സംസാരിച്ചിട്ടുണ്ടാ? അപ്പോൾ മീനാക്ഷി പറയാം, എല്ലാവരും ഒരുപോലെ ആയിരിക്കും മിത്രേ. നമ്മുടെ ഈ കയ്യിൽ 5 വിരൽ 5 ഒരുപോലെയാണോ? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യരും, ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ദേവി പറയുന്നുണ്ട്, മോളെ പലരും അങ്ങനെ എടുത്തടിച്ച് പറയുന്നവരുടെ മനസ്സിലൊന്നും കാണില്ല, പാവമായിരിക്കും.
ഇപ്പോൾ സുകന്യ ചേച്ചിയും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മിത്ര വീണ്ടും പറയുന്നുണ്ട്, ഇല്ല അവരത്ര നിഷ്കളങ്കയൊന്നുമല്ല. മീനാക്ഷി പറയാണ്, എടി നീ ഇങ്ങനെ ജഡ്ജ് ചെയ്യല്ലേ കണ്ടുടനെ ആരും. അയ്യോ ഇല്ലെന്നേ, ഞാൻ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ സ്വഭാവം ഒന്ന് ആർത്തു നോക്ക്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ മാമനെ വിളിച്ചും കൊണ്ട് ഹണിമൂണിന് പോയി. അതിനെന്താടി, അതിനിപ്പോൾ നാണക്കേടൊന്നുമില്ലതുകൊണ്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോകണ്ടേ? ശരി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഹണിമൂണിന് പോകുന്ന കാര്യം ആരാ പറഞ്ഞത്? അത് സുകന്യ ചേച്ചിയല്ലേ? അങ്കിളിനോട് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആരാ? മാമനല്ലേ? മാമനത് പറഞ്ഞോ? മാമനൊരു പഞ്ചപാവോ ഇല്ലേടി, മാമനത് പറയാനുള്ള ഒരു പേടി കാണും, അതുകൊണ്ടാണ്. ആ എന്നാലേ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് തോന്നിയത്? സുകന്യ ചേച്ചി നമ്മുടെ കൊച്ചനെ സൈലൻ്റ് ആക്കാണ്, ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല. വാതോല എന്തെങ്കിലും ഒരു സ്പേസ് കൊച്ചിന് കൊടുക്കുന്നുണ്ടോ? എടി അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്. പാർട്ട്നേഴ്സിൽ ഒരാൾ വീക്കാകുമ്പോൾ ഒരാൾ സ്ട്രോങ് ആവുന്നത് വളരെ നല്ലതല്ലേ? ഓ മിത്രയ്ക്ക് ദേഷ്യം വരിക. മിത്ര പറയുന്നുണ്ട്, ഓ ഞാൻ നിർത്തി, നിങ്ങൾ രണ്ടുപേരും നന്മ മരങ്ങൾ. ഓ നിങ്ങളോട് പറയാൻ വന്ന് എന്നെ വേണം പറയാനായിട്ട്. ഞാൻ പോവാം. അയ്യേ പോവല്ലേ മിത്രേ, നിൽക്ക്. എടി നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണോ? സുകന്യ ചേച്ചി പ്രശ്നമാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു, എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കിയോ? എടി മോളെ, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ദേവി മീനാക്ഷിയും കൊണ്ട് പറയണം. പിന്നെ നമ്മൾ 3 പേരും ഒറ്റ ടീമല്ലേ? ഈ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ ഒരുമിച്ച് അവരെ എതിർക്കും. ഇപ്പം തന്നെ സുകന്യ ചേച്ചിയുടെ കാര്യം തന്നെ നോക്കിയോ. ഈ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് കുറച്ച് സമയം കൊടുക്കാം. ആ സമയത്തിനുള്ളിൽ പൊരുത്തപ്പെടൽ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടന്നില്ലെങ്കിൽ നമ്മൾ ആരാണെന്നും എന്താണെന്നും ഈ വീട്ടിലെ ചിട്ടകൾ എന്താണെന്നും നമ്മൾ സുകന്യ ചേച്ചിയെ പഠിപ്പിക്കും. അത് സുകന്യ ചേച്ചി പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അനുസരിച്ചോളും. എനിക്കിത് മതി, അവരൊന്നും മര്യാദ പഠിക്കണം. അപ്പോൾ വീണ്ടും മീനാക്ഷി പറയാം, അടി ഒരു ഗ്രേസ് പീരീഡ് നമുക്ക് അവർക്ക് കൊടുക്കാം. അതിനിടയ്ക്ക് അവർ മര്യാദ പഠിച്ച് അവർ ആ രീതിയിൽ എല്ലാം കണ്ടു അറിഞ്ഞ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മര്യാദ പഠിപ്പിക്കും. അതുപോലെ നമ്മളല്ലെങ്കിൽ ഒറ്റ ടീമല്ലേടി, നമ്മൾ ഒരുമിച്ച് എന്താ നടക്കാത്തത് എന്ന് ദേവിയും പറയാം. ഇതെല്ലാം പുറകെ നിന്ന് നമ്മൾ സുകന്യ കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സുകന്യ പറയാനുണ്ട് മനസ്സിൽ, നീയൊക്കെ എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയല്ലേ, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിലയ്ക്ക് നിർത്താനുള്ള പരിപാടിയല്ലേ? കാത്തിരുന്നോ, കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, നിന്നെ എല്ലാത്തിനെയും പലതായിട്ട് പിരിച്ച് കാണിച്ചു തരാടി എന്നിങ്ങനെ മനസ്സിൽ അവരാലോചിക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉദയഭാനി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വലിയൊരു ലിസ്റ്റും കൊണ്ട് ശ്രീലത അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടി ലിസ്റ്റ്? അങ്ങോട്ട് വായിച്ചു നോക്ക്. ഉണക്ക മുന്തിരി 4 കിലോ, കരിപ്പെട്ടി 2 കിലോ, നെയ്യ് 1 കിലോ, കുങ്കുമപ്പൂ 1/2 കിലോ. എടി ഇതൊക്കെ ആർക്കാ? വേറെ ആർക്കാ? നമ്മുടെ ദേവിക്കോ? അയ്യോ നീ എന്തൊക്കെയായി പറയണത്? പിന്നല്ലാതെ കുഞ്ഞിനെ വയറ്റിലുള്ള സമയത്തെ അതിരാവിലെ ഇത് കുടിക്കണം. കാരണം ഇതെല്ലാം കൂടി തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് കഴിക്കണം. വളരെ നല്ലതാണ്. കുഞ്ഞിനെ വയറ്റിലുള്ളപ്പോൾ അമ്മ ഇതെല്ലാം കഴിക്കണം. എടി ശ്രീകല, നിനക്ക് എന്തിൻ്റെ കേടാടി? ഇതൊക്കെ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ കടമ നിർവഹിക്കണ്ടേ? അതിനെ കടമൊക്കെ നിർവഹിക്കാൻ വെറുതെ വാഗോട്ട് പറഞ്ഞാൽ പോരാ. പിന്നെ നിനക്ക് കാശ് വേണോടി? ഈ ലിസ്റ്റിലുള്ള ഒരു സാധനം നമ്മൾ വാങ്ങണ്ട. ഇതെല്ലാം ദേവമംഗലത്തുകാർ നമ്മുടെ മോക്ക് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. വല്ലപ്പോഴും നമ്മൾ അങ്ങോട്ട് പോവുക, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, തിരിച്ചു പോവുക, അത്രയും മതി. എന്നാലേ അങ്ങനെയല്ല, ദേവിയുടെ പ്രസവവും ചിലവും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ പൊന്നു സ്ത്രീകളെ, നീ വെറുതെ വള്ളി കയറി പിടിക്കില്ലേ? ദേവോളുടെ പ്രസവത്തിൻ്റെ ചിലവൊക്കെ നമുക്ക് പൈസ ഉണ്ടോടി? ആണത് നോക്കിക്കോളും. പിന്നെ ആദ്യത്തെ പ്രസവമൊക്കെ ഇവിടെ പെൺവീട്ടുകാരാണ് നോക്കേണ്ടത്. എടി അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോടി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ലേ? 7 മാസം എന്ന് പറയുന്നത് ദാന്ന് പോയി അങ്ങ് പൊക്കോളും. ഇപ്പം തന്നെ 1.5 മാസമായി. എൻ്റെ സമാധാനം എന്തിനാണ് നീ കളയണത്? ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ 7ാമത്തെ മാസം പൊങ്കാലം നടത്തി ദേവി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം. പിന്നെ പ്രസവം കഴിഞ്ഞ് നൂലെട്ടും കഴിഞ്ഞ് അവളെ അങ്ങോട്ട് തിരിച്ചയക്കാൻ പറ്റൂ. പ്രസവത്തിന് ചിലവ് മുഴുവനും നമ്മളാണ് നോക്കേണ്ടത്. അതൊന്നും ബാലൻ്റെയും ഗോമതിയുടെയും തലയിലൊന്നും കെട്ടിവെക്കാൻ പറ്റത്തില്ല. അത് ശരി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ചിലവിൻ്റെ മേൽ ചിലവ് അല്ലേ? അങ്ങനെയാണെങ്കിലേ പ്രസവം നമുക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാക്കാം. അതാ നല്ലത്. സർക്കാർ ആശുപത്രിയിലോ? ദേവിയുടെ പ്രസവമോ? എടി അവിടെ വലിയ ചിലവില്ലാത്ത കാര്യങ്ങൾ നടക്കുമല്ലോ. എൻ്റെ ഉദയേട്ടാ, നിങ്ങൾ ഇത്രയും വലിയ ബിസിനസ്മാനും കോടീശ്വരനൊക്കെ അല്ലേ? അങ്ങനെയാണല്ലോ നിങ്ങൾ ദേവമംഗലത്ത് തള്ളി മറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കൊച്ചിൻ്റെ പ്രസവമൊക്കെ സർക്കാർ ആശുപത്രി നടത്താതെ? ദേവിയുടെ പ്രസവമേ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലയും വിലയും ഒക്കെ അനുസരിച്ച് ഏതെങ്കിലും 5 സ്റ്റാർ ആശുപത്രി തന്നെ നടത്തണം. അയ്യോ, എത്ര ലക്ഷം രൂപ വേണമെന്നാടി നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? കൂടിപ്പോയി ഒരു 5-6 ലക്ഷം രൂപയാവും. പിന്നെ 10 രൂപ പപ്പടം ഞാൻ വാങ്ങിച്ചിട്ട് കടക്കാരന് പൈസ കൊടുക്കാതെ ഒളിച്ച് നടക്കുന്ന ഞാനേ ഈ 5-6 ലക്ഷം രൂപ എവിടെ നിന്നാടി ഉണ്ടാക്കാൻ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിച്ചിട്ടോ ദേവിയെ കാണാൻ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം. നമ്മുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ? പിന്നെ ഒരു 7 മാസം കഴിഞ്ഞ് ഞാൻ ഈ ചിലവുകളൊക്കെ വരും. ഇതൊന്നും നിങ്ങൾ മറക്കരുത്, ഓർത്ത് വെച്ചോ. ഇതിന് കോടീശ്വരനാണെന്ന് തള്ളി മറിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് എടുത്ത് ശ്രീകല കൈ കൊടുത്തിട്ട് ഒറ്റ പോക്ക് പോകട്ടോ. അയ്യോ
അതൊന്നും കൂടെ വായിച്ച് ഉദയഭാനു ആകെ തലയ്ക്ക് വട്ടായിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനുമോളാണെങ്കിൽ അലോകിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അലോകാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അനുമോൾ ഇപ്പോൾ സുകന്യ ചേച്ചിയുടെ വന്നതോടുകൂടി ഇവിടെ ശ്വാസം വിടാനുള്ള ഒരു സൗകര്യമില്ല. ഒന്നാമതേ ചെറിയ വീട്, പിന്നെ അംഗങ്ങളും ഒത്തിരിയുണ്ട്. ഇപ്പം തന്നെ ദേ അലോകിനോട് സംസാരിക്കണത് വളരെ പേടിച്ച, ആരെങ്കിലും വരണ്ടോ നോക്കിയിട്ടാണ് സംസാരിക്കണത്. എടോ നീ ആ വീട്ടിൽ കിടന്ന് അരയിക്കുന്നതിനാ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ. അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഞാൻ പലതവണ സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വീട്ടിൽ ആരെയും വെറുപ്പിച്ചിട്ട് വരാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ശരി, വീട്ടിലാരെയും വെറുപ്പിക്കണ്ട, നീ നമ്മുടെ കാര്യം അവിടെ അവതരിപ്പിക്കുക, എല്ലാവരും അറിയട്ടെ. പിന്നെ അവതരിപ്പിക്കേണ്ട താമസമുള്ളൂ. എല്ലാവരുടെ മണ്ഡപം ബുക്ക് ചെയ്ത് താലികെട്ട് നടത്തി എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നതാണോ അലോക് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എൻ്റെ അലോകെ, കൃഷ്ണമംഗലവും ദേവമംഗലവും 2 ശത്രു രാജ്യങ്ങളാണ്. യുദ്ധം തുടങ്ങാനായിട്ട് ഒരു കാരണം അന്വേഷിച്ചിരിക്കുക. പിന്നെ ധർമ്മൻ മാവൻ്റെ കല്യാണം നടത്തിൽ തന്നെ അതിൻ്റെ നഷ്ടങ്ങൾ എന്നെ ഇവിടെ അവസാനിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി അടുത്തത്. വരട്ടെ, കൃത്യമായിട്ടൊരു അവസരം വരുമ്പോഴത്തേക്കും ഞാൻ അവതരിപ്പിച്ചോളാം. ഇപ്പോഴാണ് കൃത്യമായിട്ടൊരു അവസരം വന്നിരിക്കുന്നത് അനുമോളെ. സുകന്യ ചേച്ചി മുന്നിൽ നിർത്തിയ കാര്യങ്ങൾ നടക്കില്ലേ? അവരൊരു പ്രത്യേക ടൈപ്പാണ്. അവരുടെ കയ്യിലെങ്ങാനും ഇത് കിട്ടിയാലേ അവർ പക്ക നെഗറ്റീവാണ്. അച്ഛനോട് പോയി അച്ഛനോട് സംസാരിക്കണേട്ടോ, മര്യാദ ഇല്ലാതെയാ. അതൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ കാര്യം നടത്താൻ അവർ കൂടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ശരി, ഇതെല്ലാം കേട്ടുകൊണ്ട് സുകന്യ പുറകെ നിൽക്കാട്ടോ. സുകന്യ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നത് കൊള്ളാടി എന്നും പറഞ്ഞോട്ട് എന്നിട്ട് വന്ന് ആ ഫോണിനെ പിടിച്ച് വാങ്ങിക്കാട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ആരുടെ ഒന്ന് സംസാരിച്ചത്? നീ ആരുടെ ആയിരുന്നു ഇത്ര നേരം സംസാരിച്ചത്? പറ അനു, കള്ളം പറയരുത്. അപ്പോൾ അത് ചേച്ചി എന്ന് പറഞ്ഞ് പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ വീണ്ടും സുകന്യ പറഞ്ഞിട്ട് ആളെയൊക്കെ എനിക്ക് മനസ്സിലായി, അലോകിനോട് സംസാരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, നീ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കാം. അയ്യോ ചേച്ചി, പ്ലീസ് ചേച്ചി പോവല്ലേ ചേച്ചി, അറിയിക്കില്ല ചേച്ചി. ചേച്ചി തെറ്റിദ്ധരിക്കുന്ന പോലെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ഓ, ജസ്റ്റ് ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ അല്ലേ? എടി മോളെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാടി ഞാനും വന്നിരിക്കണമെന്ന് മനസ്സിലാലോചിക്കാട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളവർ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താ കുഴപ്പം? അതല്ല ചേച്ചി, ഇവിടെ ഉള്ളവർ അത് വിശ്വസിക്കില്ല. നമ്മുടെ സൗഹൃദം കൃഷ്ണമംഗലത്തും ദേവമംഗലത്തുകാരും തമ്മിൽ വർഷങ്ങളായിട്ട് ശത്രുതയില്ലേ? അപ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു ശത്രുതയില്ല എടി. അപ്പോൾ വീണ്ടും നമ്മൾ സുകന്യ മനസ്സിൽ ഓരോന്നും ആലോചിച്ച് കൂട്ടാണ് കേട്ടോ. എന്നിട്ട് പ്ലീസ് പറയണം, ചേച്ചി ദയവേത് ഇത് ആരോടും പറയരുത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഉടനെ സുകന്യ വിചാരിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൽ ഒരാളെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം, എന്നാലേ എൻ്റെ പ്ലാനുകളെല്ലാം വിജയിക്കൂ, ഇവളെ എൻ്റെ കൂടെ നിർത്താം. എന്നിട്ട് ആ ഫോൺ തിരിച്ച് കൊടുത്തിട്ട് പറയാം, നീ പറഞ്ഞത് ശരിയാ, കൃഷ്ണമംഗലത്തുകാരോട് നിനക്കെന്താ ശത്രുവാ? നിങ്ങളൊക്കെ പുതിയ കാലത്തുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പണായിട്ടൊക്കെ ചിന്തിക്കുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള പകയൊന്നും വൈരാഗ്യമൊന്നും നിങ്ങൾ കുട്ടികൾ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ താങ്ക് യു ചേച്ചി, നമ്മൾ തമ്മിൽ വേറെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ഇത് മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലേ ചേച്ചിക്ക് മനസ്സിലായതുപോലെ ഇവിടെ ആർക്കും എന്നെ മനസ്സിലാകില്ലായിരുന്നു. അനു, ഈ വീട്ടിൽ മറ്റാർക്കും മോളെ മനസ്സിലായില്ലെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. പിന്നെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ സുകന്യ ചേച്ചി നിൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ഒരു കോൺഫിഡൻസ് നിനക്ക് എപ്പോഴും ഉണ്ടായാൽ മാത്രം മതിയെന്ന്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അനുമോൾ അങ്ങ് കെട്ടിപ്പിടിക്കുക കേട്ടോ സുകന്യനെ. താങ്ക് യു ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ സുകന്യ മനസ്സിൽ വല്ലാത്തൊരു ഇതിലിങ്ങനെ ചിന്തിക്കുകയാണ്, കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലും. അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണമംഗലത്തുള്ള അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാവാണ് കേട്ടോ. 2 ദിവസമായിട്ട് മനസ്സിൻ്റെ സുഖക്കുറവാന്ന് അവർ പറയുമ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ ധർമ്മൻ്റെ വിവാഹം കഴിയാത്തതിലായിരുന്നല്ലോ വിഷമം, ഇപ്പോൾ എന്ത് വിഷമം അമ്മയ്ക്ക്? അതല്ല, കല്യാണമൊക്കെ നടന്നു, പക്ഷേ ഇതുവരെയായിട്ടും സുകന്യയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ. ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ടല്ലോ, വിവാഹം കഴിഞ്ഞ് ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരും, ഇതിപ്പോൾ ആരും വരുമോ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കെന്തോ വശപിശക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കല്യാണത്തിലും ഈ ഒരു ബന്ധത്തിലും ഒന്നും ഇങ്ങനെ പറയുമ്പോൾ. രാജശ്രീ അന്തം വിട്ട് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.